ഹലോ വ്യൂവേഴ്സ്, ടെക്കി ബൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. eDistrict സേവനങ്ങൾ എന്ന സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സീരീസിലെ ആദ്യ വീഡിയോ ആയ eDistrict വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കുന്ന ഇൻട്രോ വീഡിയോ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. eDistrictൽ സർട്ടിഫിക്കറ്റിനോ മറ്റെന്തെങ്കിലും സേവനങ്ങൾക്കോ അപേക്ഷ അയക്കുന്നതിന് മുമ്പ് അപേക്ഷകന്റെ വ്യക്തിവിവരങ്ങൾ ചേർത്തുള്ള പ്രൊഫൈൽ ഉണ്ടാക്കണം. ഈ പ്രൊഫൈൽ ക്രിയേഷൻ ചെയ്യുന്ന വിധമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. മൂന്നാമത്തേത് വിവിധ വീഡിയോകൾക്ക് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്ന് വിവരിക്കുന്ന വീഡിയോ സീരീസ് ആണ്. eDistrict വെബ്സൈറ്റിൽ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലെ ഏകദേശം 43ഓളം സേവനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം 23ഓളം സർട്ടിഫിക്കറ്റ് സേവനങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. eDistrict വെബ്സൈറ്റിൽ അക്ഷയ, CSC എന്നിവർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും അവരവരുടെ പേരിൽ ലോഗിൻ ID ഉണ്ടാക്കി മാസം 5 അപേക്ഷ വരെ സമർപ്പിക്കാവുന്നതാണ്. ലിങ്ക് ചെയ്ത ആധാർ കാർഡ്, അവനവൻ്റെ പേരിലുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവ ലോഗിൻ ID ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആദ്യമായി കേരള eDistrict വെബ്സൈറ്റായ eDistrict.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ഏറ്റവും മുകളിലെ സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറുക. ലോഗിൻ ID രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ യൂസർ ID, പാസ്വേഡ്, ക്യാപ്ച എന്നിവ ഉപയോഗിച്ച് അകത്ത് കയറുക. ലോഗിൻ ID രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ രജിസ്റ്റർ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ പോർട്ടൽ യൂസർ ഫോം പൂരിപ്പിക്കുക. പോർട്ടൽ യൂസർ ഫോറത്തിൽ ആധാർ കാർഡിലെ പോലെ പേര്, ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ആധാർ നമ്പർ എന്നിവ നൽകുക. ശേഷം ലോഗിൻ ID ആയി നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് കൊടുക്കുക. പാസ്വേഡ് അല്ലെങ്കിൽ കൺഫേം പാസ്വേഡ് ഒരേപോലെ കൊടുക്കുക. പാസ്വേഡ് മറന്നുപോയാൽ റിക്കവർ ചെയ്യാൻ റിക്കവർ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ നിന്നും സെലക്ട് മെനുവിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. റിക്കവറി ആൻസർ കൊടുക്കുക. ക്യാപ്ച കൊടുത്ത് ആധാർ നമ്പർ വാലിഡേറ്റ് ചെയ്യുക. ആധാർ വാലിഡേഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ലോഗിൻ ID ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. സൈൻ ഇൻ ചെയ്തതിനു ശേഷം വിൻഡോയിൽ കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എന്ന മെനുവിൽ നിന്ന് ആപ്ലിക്കന്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് ന്യൂ രജിസ്ട്രേഷൻ എന്ന ഫോറം പൂരിപ്പിക്കുക. ആദ്യത്തെ കോളം ഏത് വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളുടെ പേരിലാണ് ഈ സർവീസ് എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേരിലാണ് ഈ കോളത്തിൽ സ്ഥാപനത്തിന്റെ പേരും, അല്ല ഏതെങ്കിലും വ്യക്തികളുടെ പേരിൽ, ഉദാഹരണത്തിന് 2 അതിൽ കൂടുതൽ ആളുകളുടെ പേരിലുള്ള വസ്തുവിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. ഓരോരുത്തരുടെയും പേരിന് ശേഷം ആൻഡ് ചേർത്ത് വേണം കോളത്തിൽ പൂരിപ്പിക്കാൻ. ഒന്നിൽ കൂടുതലുള്ള വ്യക്തികളുടെ പേരിലോ സ്ഥാപനങ്ങളുടെ പേരിലോ ഉള്ള അപേക്ഷകൾക്ക് ആധാർ നമ്പർ വാലിഡേഷൻ കൊടുക്കരുത്. എന്നാൽ അടുത്ത 2 കോളങ്ങളും പൂരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അപേക്ഷകൻ ആണോ അല്ലെങ്കിൽ പെണ്ണോ എന്നുള്ളതും ജനിച്ച തീയതി അല്ലെങ്കിൽ വയസ്സ് എന്നുള്ളതും ഏതെങ്കിലും ഒരു അപേക്ഷകന്റെ ഡീറ്റെയിൽസ് വെച്ച് വേണം പൂരിപ്പിക്കുവാൻ. അടുത്ത പ്രസന്റ് അഡ്രസ് എന്ന കോളത്തിൽ റേഷൻ കാർഡിലെ വീട്ടു നമ്പർ അഥവാ വീട് നമ്പർ അറിയില്ലെങ്കിൽ 0 എന്നടിക്കണം. വീട്ടു നമ്പർ, വീട്ടുപേര്, ഗ്രാമം അല്ലെങ്കിൽ നഗരം, പോസ്റ്റ് ഓഫീസ്, താലൂക്ക്, വില്ലേജ് എന്നിവ ഏതാണെന്നുള്ളത്, തദ്ദേശ ഭരണം പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ എന്നുള്ളത് കൊടുത്ത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അടുത്തത് പെർമനന്റ് അഡ്രസ് എന്ന കോളമാണ്. പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ സെയിം ആസ് ഫോർ എന്ന ആ കോളം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രസന്റ് അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് കൂടാതെ മറ്റേതെങ്കിലും സ്ഥിര അഡ്രസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പെർമനന്റ് അഡ്രസ് കോളത്തിൽ കൊടുക്കുക. ഉദാഹരണത്തിന് കരക്കുറികളിൽ ഇപ്പോഴത്തെ അഡ്രസ്സ് അല്ലാത്ത മറ്റൊരു അഡ്രസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കൈവശാവകാശം പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായും കരക്കുറിയിലുള്ള അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സായി ഉപയോഗിക്കണം. അടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന കോളത്തിൽ അപേക്ഷകന്റെ അച്ഛന്റെയും അമ്മയുടെയും രക്ഷകർത്താവിന്റെയും പേര് രേഖപ്പെടുത്തുക. സാധാരണ അപേക്ഷകൾക്ക് ഈ 3 പേരുടെയും പേര് മാത്രം മതിയാകും. എന്നാൽ ജാതി, സമുദായം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾക്ക് മാതാപിതാക്കളുടെ ജാതി, മതം, സമുദായം എന്നിവയുടെ വിവരങ്ങൾ നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം. ഭാര്യ ഭർത്താവ് ബന്ധം നൽകുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് വിവാഹനില, പങ്കാളിയുടെ പേര് എന്നിവ നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം. അതേപോലെ നേറ്റിവിറ്റി, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റുകൾക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് റിസൈഡിംഗ് അറ്റ് ദ സെയിം അഡ്രസ് എന്ന കോളം നിർബന്ധമായും പൂരിപ്പിച്ചിരിക്കണം. അടുത്ത കോളത്തിൽ അപേക്ഷകന്റെ ഏതെങ്കിലും പ്രവർത്തിക്കുന്ന ഫോൺ നമ്പർ കൊടുക്കുക. അപേക്ഷകന്റെ റേഷൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ എന്നിവ കൊടുക്കുക. ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഫൈലുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ശേഷം സബ്മിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം വിവിധ eDistrict സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്ന വിധം ഒരു വെബ് വീഡിയോ സീരീസായി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, കമൻറ്റ് എന്നിവയും കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.